മകളുടെ വിവാഹച്ചിലവ് വഹിക്കേണ്ടത് പിതാവിന്റെ സ്വാഭാവിക കടമയാണെന്ന് സുപ്രീംകോടതി. പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. കേസിലെ കക്ഷികളുടെ വിവാഹം 1996 നടക്കുകയും അതിൽ 2 കുട്ടികൾ ജനിക്കുകയും ചെയ്തു. പിന്നീട് പല കാരണങ്ങളാൽ അവർ വേർപിരിഞ്ഞ് താമസിക്കുകയാണ്. യോജിപ്പിക്കുന്നതിനുള്ള പല മധ്യസ്ഥ ശ്രമങ്ങൾ നടന്നെങ്കിലും പരാജയപ്പെടുകയാണുണ്ടായത്. 2009 ഭർത്താവ് മെന്റൽ ക്രൂവൽറ്റിയുടെ ഗ്രൗണ്ടിൽ വിവാഹമോചനത്തിന് ഫാമിലി കോടതിയെ സമീപിച്ചു. വൈഫ് ഈ കേസിൽ വാദിച്ചത് തനിക്കാണ് ഫിസിക്കലും മെന്റലുമായ ക്രൂവൽറ്റി ഭർത്താവിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നത് എന്നാണ്. കൂടാതെ ഭർത്താവിനും കുടുംബത്തിനുമെതിരെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം കംപ്ലൈന്റ് ഫയൽ ചെയ്യുകയും ചെയ്തു. ഇതിനിടയിൽ മഹിളാ കോടതി 7500 രൂപ മെയിൻ്റനൻസ് നൽകണമെന്ന് ഭർത്താവിനെ ഡയറക്റ്റ് ചെയ്യുകയും ചെയ്തു. ഭർത്താവാകട്ടെ കുട്ടികൾ തൻ്റേതല്ലെന്നും DNA ടെസ്റ്റ് നടത്തണമെന്നും ആവശ്യപ്പെട്ടു. കീഴ്ക്കോടതി ഭാര്യ സമർപ്പിച്ച ഡൊമസ്റ്റിക് വയലൻസ് കേസ് തള്ളുകയും തുടർന്ന് അതിന്മേൽ അപ്പീൽ പോവുകയും ചെയ്തു. അപ്പീലിൽ ഭർത്താവ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും 2 ലക്ഷം രൂപ വൈഫിന് നൽകണമെന്ന് വിധിക്കുകയും ചെയ്തു. എന്നാൽ ഈ വിധിയിൽ തൃപ്തയാകാതെ ഭാര്യ ഹൈക്കോടതിയിൽ ഒരു റിവിഷൻ ഫയൽ ചെയ്തു. റിവിഷൻ പരിഗണിച്ച ഹൈക്കോടതി തുക 7 ലക്ഷമായി ഉയർത്തുകയുണ്ടായി. ദീർഘകാലമായി വേർപിരിഞ്ഞ് താമസിക്കുന്നതും ഒത്തുചേരാൻ കഴിയാത്ത വിധം ബന്ധം അകലുകയും ചെയ്തത് പരിഗണിച്ച് 2019 കുടുംബക്കോടതി ഭർത്താവ് സമർപ്പിച്ച വിവാഹമോചന ഹർജി അനുവദിച്ചിരുന്നു. തുടർന്ന് 2023 ഡൽഹി ഹൈക്കോടതി കുടുംബക്കോടതിയുടെ ഈ വിധി ശരിവെക്കുകയും ചെയ്തു. അപ്പീൽ സുപ്രീം കോടതിയിൽ എത്തിയെങ്കിലും വിവാഹമോചന ഉത്തരവിൽ ഇടപെടാനാകില്ലെന്ന് പരമോന്നത കോടതിയും വ്യക്തമാക്കി. ഭാര്യാഭർത്താക്കന്മാർ പിരിഞ്ഞപ്പോൾ 2 കുഞ്ഞുങ്ങളെയും വളർത്തിയത് ഭാര്യ തൻ്റെ സ്വന്തം നിലയിലാണ്. കുട്ടിയുടെ വിവാഹമാണ് ഇപ്പോഴത്തെ വിഷയം. അത് പിതാവിൻ്റെ ഉത്തരവാദിത്തമാണ്. വിവാഹമോചനം ലഭിച്ചു എന്ന കാരണത്താൽ മകളുടെ വിവാഹത്തിന് മുടക്കേണ്ട പണത്തിൻ്റെയോ ചിലവിൻ്റെയോ ബാധ്യതയിൽ നിന്ന് ഒരു പിതാവെന്ന നിലയിൽ മാറി നിൽക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. മകളുടെ വിവാഹത്തിന് പണം ചിലവാക്കേണ്ടതൊരു പിതാവിൻ്റെ സ്വാഭാവിക കടമയാണെന്നും കോടതി. അതുകൊണ്ട് തന്നെ വിവാഹത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി 10 ലക്ഷം രൂപ ഭാര്യയ്ക്ക് കൈമാറാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഭാര്യയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മകളുടെ വിവാഹത്തിന് പണം നൽകുന്നതിന് തടസ്സമാകരുതെന്നും കോടതി വ്യക്തമാക്കി. പേരൻ്റൽ ഡ്യൂട്ടി ഭാര്യാഭർത്തൃ ബന്ധവുമായി ബന്ധപ്പെടുത്തരുത്. അതൊരു റീസണബിൾ ഒബ്ലിഗേഷനാണ്. ജസ്റ്റിസുമാരായ വിക്രം നാഥ്, സന്ദീപ് മെഹ്ത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക. മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.